നമസ്കാരം. നമ്മൾ എത്ര സങ്കീർണമായൊരു വിഷയമാണെങ്കിലും നമ്മളതിനെ ലളിതമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വിഷയം എന്നുള്ളത് പെട്ടെന്ന് പിടികിട്ടും. അങ്ങനെ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ അതിനെ നമ്മൾ എവിടെയാണ് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇന്ന് കേരളം നേരിടുന്ന ഒരു മുഖ്യ വിഷയമെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമവും അക്രമോത്സുകതയാണ്. നമ്മളിന്ന് കാണുന്ന വാർത്തകൾ മുഴുവൻ എടുത്ത് നോക്കുക. കുടുംബാംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൊല്ലുന്നു. അമ്മയും അച്ഛനും മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, മുത്തശ്ശിമാരെ കൊല്ലുന്നു. അതേപോലെ നമ്മൾ പുറത്തേക്ക് നോക്കിയാലും ഇത്തരത്തിലുള്ള അക്രമോത്സുകതകളാണ്, അക്രമത്തിൻ്റെതായ വാർത്തകളാണ് എപ്പോഴും കാണുന്നത്. അതുപോലെ നമ്മുടെ പൊതു സമൂഹത്തിലേക്ക് നോക്കുക. നമ്മുടെ പൊതുവായിട്ടുള്ള അങ്ങോട്ടുള്ള പ്രസ്താവനകളും പ്രസ്താവന യുദ്ധങ്ങളും പ്രസംഗ വേദികളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ്. ഇപ്പം പ്രതിപക്ഷം ഭരണപക്ഷത്തെ നേരിടുന്നു, ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയമായ അന്തരീക്ഷം പോലും ഈ അക്രമത്തിൻ്റെതായ ഒരു അന്തരീക്ഷമാണ്. മാധ്യമങ്ങളിലേക്ക് നോക്കുക. മാധ്യമങ്ങളിലെ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഓരോ ദിവസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 90-95% ഈ രീതിയിലുള്ള ആക്രമണ പ്രത്യാക്രമണ വാർത്തകളായിരിക്കും വരുന്നത്. ഇപ്പം മൊത്തത്തിൽ ഇന്ന് കേരള സമൂഹം ഒരു അങ്ങേയറ്റം അക്രമത്തിൻ്റെതായ ഒരു മൂർധന്യ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു അക്രമോത്സുകതയുമായിട്ടൊരു സമൂഹത്തിന് എത്രമാത്രം മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പല പല പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഓരോ രീതിയിൽ. ഇപ്പോൾ കൊച്ചുകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാധ്യമങ്ങൾ ചോദിക്കുന്നു കേരളത്തിന് എന്ത് പറ്റി. അതേപോലെ വളരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വാർത്തകളും വൈകൃതങ്ങളുടെ വാർത്തകൾ വരുന്നു. വൈകൃതങ്ങൾ നമ്മുടെ ഒരു നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞു. മാധ്യമങ്ങളിൽ ഒരു നിത്യ വാർത്തയുമായി മാറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് 3 വയസ്സുള്ള അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ള കുട്ടികളെ പീഡിപ്പിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു 55 വയസ്സുകാരൻ അറസ്റ്റിലായ വാർത്ത കാണുന്നു. ഇപ്പം ഇങ്ങനെയുള്ള വൈകൃതങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ ഈ വാർത്തകൾ ഇന്ന് നമ്മളുടെ കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂല കാരണം നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് കേരള സമൂഹം ഇന്ന് പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയിലും നമ്മുടെ സമൂഹത്തിലും മൊത്തത്തിലും പേടിയാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അത് നമ്മളെ ഏറ്റവും ഉന്നതരായി കാണുന്ന വ്യക്തികൾ മുതൽ ഏറ്റവും താഴേക്കടയിലുള്ള വ്യക്തികൾ ഒരിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പേടിയുടെ പല പ്രകടനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ എടുത്ത് നോക്കുക. അവിടെ നമ്മൾ പേടിയാണ് കാണുന്നത്. ഇപ്പം പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ മോശമാക്കി കളയുമെന്നുള്ള പേടി. ഉടനെ പ്രതിരോധം വരുന്നു, പ്രത്യാക്രമണം വരുന്നു, തിരിച്ചു വീണ്ടും വരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം നമ്മളുടെ വീട്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും, അതേപോലെ കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും, അതേപോലെ സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും ഒക്കെ തന്നെ എല്ലായിടത്തും ഈ പേടിയുടെ അടിസ്ഥാനത്തിലെങ്കിൽ പേടിയിൽ നിന്നുണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങളും, വാക്കുകൾ പരാജയപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളുണ്ടാവും. ഈ പേടിയുടെ ഏറ്റവും ഇതിൻ്റെ ഈ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. അതിൽ സ്ത്രീകളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളെന്ന് യഥാർത്ഥത്തിൽ ഈ പൊട്ടിത്തെറിയുടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പേടിയുടെ അവസാന ഘട്ടത്തിലെത്തുന്ന അല്ലെങ്കിൽ പേടിയുടെ ഒരു പാരമ്യത്തിലെത്തുന്ന അവസ്ഥയിലാണ് ഈ അക്രമം മുഴുവൻ വരുന്നത്. ഈ അക്രമത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് കൂടുതലല്ല മിക്കതും ആണുങ്ങളാണ്. വിശേഷിച്ചും യുവാക്കളും കുട്ടികളും മുതിർന്നവരും എല്ലാം ഈ ആണുങ്ങളിലൂടെയാണ് ഈ അക്രമോത്സുകതയും അക്രമവും കൂടുതൽ പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു
ഗതികേടിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിമിഷ്ടത്തിൽപ്പെട്ടിട്ട് ഈ ഒരു അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് സ്ത്രീകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിൽ. കാരണം അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇതിൻ്റെ എല്ലാം ബദ്ധപ്പാട് അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. ഈ അക്രമത്തിൻ്റെ മുഴുവൻ ബദ്ധപ്പാട് അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. ഈ പേടിയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം മറ്റാരുടെയെങ്കിലും പേരിലേക്ക് തള്ളിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, പഴി ചാരുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആരെയാണോ കുറ്റപ്പെടുത്തുന്നത് അവർക്കും സ്വാഭാവികമായിട്ട് അത് സ്വീകാര്യമാവില്ല. അത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവുന്ന അവസ്ഥയേ ഉള്ളൂ. അവർ തിരിച്ചും കുറ്റപ്പെടുത്തുന്നു. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകളിൽ അത് സംഘർഷത്തിലേക്കും സംഘടനത്തിലേക്കും നീങ്ങുന്നു. ഇത് നമ്മൾ പൊതു സ്ഥലങ്ങളിലുള്ള റോഡിൽ വെച്ചിട്ടുള്ളതാണെങ്കിലും പുറത്തുള്ള സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുള്ളതാണെങ്കിലും അതേപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ഈ കാണുന്ന ഈ ഒരു പൊതു സ്വഭാവം ഇതാണ്. വീട്ടിനുള്ളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒരു പരിധി വിടുന്ന സമയത്താണ് മനുഷ്യൻ ചില സമയത്ത് അവരുടെ ആ ഒരു ക്ഷമ നശിക്കുകയും ചിലപ്പോൾ കൈ കിട്ടുന്ന സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും ചിലപ്പോൾ കയ്യിലൊരു 3-4 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ കാലിൽ പിടിച്ച് നിലത്തടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതിനൊരു കാരണം ഇതാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കായികയാണ് ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് ജോലിക്ക് പോകേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും. കാരണം ഇന്ന് കേരളത്തിൽ മിക്കവാറും നല്ലൊരു ശതമാനം സ്ത്രീകളും ഏതെങ്കിലും ഒരു രീതിയിൽ ജോലിക്ക് പോകുന്ന വ്യക്തികളാണ്. അതോടൊപ്പം വിവാഹിതരാണെങ്കിൽ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഈ സ്ത്രീകളിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കാര്യം നോക്കണം, അവരുടെ വിദ്യാഭ്യാസം നോക്കണം, അവരുടെ ആരോഗ്യം, ഭക്ഷണം, അതേപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം, ഈ മുഴുവൻ ജീവിതത്തിൻ്റെ ആ ഒരു ഭാരം മുഴുവൻ ഈ സ്ത്രീകളിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലെ മദ്യപാനത്തിൻ്റെ തോതെടുത്ത് നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ നല്ലൊരു ശതമാനം ഉപയോഗിക്കുന്നത് ആണുങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് നമ്മുടെ മലയാളി ആണുങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലും ഒരു ഉത്തരവാദിത്തമില്ലായ്മയുടെ പ്രകടനമാണ് ഈ അമിതമായ മദ്യ ആസക്തിയും അല്ലെങ്കിൽ മദ്യ ഉപയോഗത്തിലേക്കൊക്കെ പോകുന്നത്. ഒരുതരം വിഷാദത്തിൻ്റെ അവസ്ഥയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും ഇത് കാരണം പേറുന്നതും ഈ സ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളം കടന്നു പോകുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഒട്ടേറെ യുവതികൾ വിവാഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്നൊരു പേടി വരുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. ഒട്ടേറെ യുവതികൾ വിവാഹം വേണ്ട എന്നുള്ള നിലയിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ വിവാഹ ബന്ധങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് കഴിഞ്ഞ് തിരിച്ചു വന്ന് വിവാഹ ബന്ധം വേർപെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഉത്തരവാദിത്തമില്ലായ്മയുടെയും അതല്ലെങ്കിൽ ഈ ഒരു ഹിംസയുടെയും പഴിചാരലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതുപോലെ തന്നെ പ്രണയത്തിലേർപ്പെടാൻ പോലും പെൺകുട്ടികൾക്ക് ഇപ്പോൾ പേടിയാണ്. കാരണം പ്രണയത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുക, അതല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുക, വെടിവെച്ച് കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി വരുന്നു. ഇതെല്ലാം ഈ പേടിയുടെ വിവിധ പ്രകടനങ്ങളാണ്. അത് ഇപ്പോഴത്തെ നമ്മൾ യുവതലമുറയെ നമ്മളിതിനെ ആരോപിച്ചിട്ട് കാര്യമില്ല. കാരണം മുതിർന്ന തലമുറ ഈ പുതിയ തലമുറയിലേക്ക് ഈ പേടിയെ വളരെ മനോഹരമായിട്ട് അതല്ലെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് കടത്തിവിടുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള തലമുറ കൊച്ചുകുട്ടികൾ, അവരിലേക്കും ഈ പേടി കയറി വന്നിട്ട് 2 വയസ്സുള്ള കുട്ടി പോലും ഇപ്പോൾ നമുക്ക് പറയുന്നത് കേൾക്കാം, ടെൻഷൻ അടിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കേരള സമൂഹത്തെ ഒന്നായി പിടിച്ചമർത്തിയിരിക്കുന്ന ഈ ഒരു പേടി തന്നെയാണ്. പേടിത്തൊണ്ടന്മാരുടെ ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നതാണ്. ഈ പേടി അഥവാ ഭീതി അതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർഗാത്മകമാകാൻ അതല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. പിന്നെ അതിൽ കഴിയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ വൈകൃതങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളുമാണ്. ആ ഒരു ജീർണതയിലാണെന്ന് വർത്തമാനകാല കേരളം എത്തി നിൽക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരും രക്ഷിക്കാനായിട്ട് ആരും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയമോ സാമൂഹികമായ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിട്ട് കാര്യമില്ല. ഇത് ഓരോ വ്യക്തിയും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ഭീതിയിൽ നിന്ന് ഈ പേടിയിൽ നിന്ന്
നമുക്ക് പുറത്തു വരാൻ കഴിയുകയുള്ളൂ. അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ആ പേടിയിൽ നിന്നുള്ള പുറത്തു വരാനുള്ള ഒരാദ്യ പടിയായി മാറും എന്നുള്ളതാണ്.